ഇപ്പോഴത്തെ ഈ നിമിഷം വരെ നിങ്ങൾ എന്താണ് ചിന്തിച്ചുകൊണ്ടിരുന്നതെന്ന് എനിക്ക് ഏകദേശം മനസ്സിലാകുന്നു. എന്തുകൊണ്ട് എന്റെ ജീവിതം മാത്രം ഇങ്ങനെ ബുദ്ധിമുട്ടുകളാൽ നിറഞ്ഞിരിക്കുന്നു? എന്തുകൊണ്ട് ഞാൻ മാത്രമാണ് ഇത്രയും പോരാട്ടങ്ങൾ നേരിടുന്നത്? എന്തുകൊണ്ട് എനിക്കൊരു വ്യക്തമായ വഴി കാണുന്നില്ല? ഈ ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിനെ പല ദിവസങ്ങളായി അലട്ടിക്കൊണ്ടിരിക്കാം. പക്ഷേ ഇന്നു നിങ്ങൾ ഈ വീഡിയോ കാണാൻ തുടങ്ങിയത് ഒരു സാധാരണ സംഭവമല്ല. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പുതിയ തിരിമുറുക്കത്തിന്റെ തുടക്കമാകാം. ശാസ്ത്രം പറയുന്നത് ഒരു മനുഷ്യൻ ഒരു ദിവസത്തിൽ ഏകദേശം 60,000 ചിന്തകൾ വരെ ചിന്തിക്കുന്നു എന്നാണ്. പക്ഷേ അതിൽ വലിയൊരു പങ്ക് നമുക്ക് യാതൊരു പ്രയോജനവുമില്ലാത്ത ചിന്തകളാണ്. ഇന്നലെയുണ്ടായ വിഷമം, കഴിഞ്ഞ ആഴ്ച സംഭവിച്ച അപമാനം, ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന ഭയം, ഇങ്ങനെ അനാവശ്യമായ ചിന്തകൾ കൊണ്ട് നമ്മുടെ മനസ്സ് ഒരു കുപ്പിത്തൊട്ടി പോലെ നിറഞ്ഞുകിടക്കുന്നു. അങ്ങനെയൊരു മനസ്സിൽ നിന്ന് വ്യക്തത എങ്ങനെ വരും? പുതിയ ആശയങ്ങൾ എങ്ങനെ ജനിക്കും? ചാണക്യൻ ഒരിക്കലൊരു പ്രധാന കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒരു മനുഷ്യൻ വീഴുന്നതിൻ്റെ പ്രധാന കാരണം അവനു ശക്തിയില്ലാത്തതിനാലോ വലിയ സൈന്യമില്ലാത്തതിനാലോ അല്ല. അവന്റെ മനസ്സിലെ ആശയക്കുഴപ്പമാണ് ആദ്യം അവനെ തകർക്കുന്നത്. നിങ്ങൾ രാജാവാകണമോ അല്ലെങ്കിൽ അടിമയായി ജീവിക്കണമോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ സാഹചര്യങ്ങളല്ല. അത് തീരുമാനിക്കുന്നത് നിങ്ങളുടെ മനസ്സാണ്. പലരും പറയുന്നു, എനിക്ക് വലിയ ലക്ഷ്യങ്ങളുണ്ട്, എന്തെങ്കിലും വലിയ കാര്യങ്ങൾ ചെയ്യണമെന്ന ആഗ്രഹമുണ്ട്. പക്ഷേ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ഭയം തോന്നുന്നു, ഒരു മടി തോന്നുന്നു, എന്തു ചെയ്യണമെന്നറിയുന്നില്ല. ഈ ചോദ്യങ്ങൾക്കുത്തരം കണ്ടെത്താൻ തന്നെയാണ് ഈ യാത്ര. നമ്മൾ ജീവിക്കുന്ന ഇന്നത്തെ ലോകം വളരെ അപകടകരമാണ്. കാരണം പുറത്തുള്ള ശത്രുക്കളേക്കാൾ കൂടുതൽ അപകടകാരികളാണ് നമ്മുടെ ഫോണുകളിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ മനസ്സിലേക്കു കയറുന്ന നെഗറ്റീവ് ചിന്തകൾ. ഏകദേശം 24 നൂറ്റാണ്ടുകൾക്കു മുമ്പ് ഒരു സാധാരണ ബ്രാഹ്മണനായിരുന്ന ചാണക്യൻ എങ്ങനെ ഒരു മഹത്തായ സാമ്രാജ്യത്തിന്റെ അടിത്തറയൊരുക്കി, എങ്ങനെ ഒരു വലിയ രാജവംശത്തെ തകർത്തു. അവൻ ഉപയോഗിച്ചത് വാളല്ല, അവൻ ഉപയോഗിച്ചത് മനസ്സിന്റെ വ്യക്തതയാണ്. അത്തരം വ്യക്തത നിങ്ങൾക്കുമുണ്ടാകുമ്പോൾ നിങ്ങൾ കൈവെക്കുന്ന ഏതു കാര്യത്തിലും വിജയിക്കാൻ തുടങ്ങും. ഈ യാത്രയെ 7 ദിവസത്തെ ഒരു ആത്മപരിശീലനമായി കരുതാം. ഈ 7 ദിവസങ്ങൾ നിങ്ങൾ നിങ്ങളെ തന്നെ മാറ്റാൻ പോകുന്ന ദിവസങ്ങളാണ്. നമ്മുടെ മനസ്സിൽ പലപ്പോഴും ഒരു ശബ്ദമുണ്ടാകും, നിനക്കിത് സാധിക്കില്ല, നിനക്കതിന് യോഗ്യതയില്ല. അങ്ങനെ നമ്മുടെ സ്വപ്നങ്ങളെ കവർന്നെടുക്കുന്ന ആ ശബ്ദത്തെ നാം നിശബ്ദമാക്കണം. ചാണക്യനൊരിക്കൽ ചന്ദ്രഗുപ്തനോട് പറഞ്ഞ ഒരു പ്രധാന പാഠമുണ്ട്. നിന്റെ ശത്രുവിനെ ജയിക്കാൻ മുമ്പ് നിന്റെ ഭയത്തെ ജയിക്കണം. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെ തോൽപ്പിക്കാനാണ് ഓടുന്നത്. പക്ഷേ നമ്മുടെ ഉള്ളിലെ ഭയം അതേപടി തുടരുന്നു. ഈ വീഡിയോയിലെ ഓരോ നിമിഷവും നിങ്ങൾക്കൊരു പാഠമാകും. ചാണക്യന്റെ തന്ത്രങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ആശയക്കുഴപ്പങ്ങളെ ധീരെ ധീരെ ഇല്ലാതാക്കാൻ സഹായിക്കും. പക്ഷേ ഒരു നിബന്ധനയുണ്ട്. ഇവിടെ പറയുന്ന കാര്യങ്ങൾ വെറും കേൾക്കാൻ മാത്രം പാടില്ല, അവയെ നിങ്ങളുടെ ജീവിതത്തിൽ നടപ്പാക്കണം. ഒരു യോദ്ധാവിന് ആയുധമുണ്ടാകുന്നത് മാത്രം മതിയാകില്ല. ആ ആയുധം എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള വിവേകവും അവനുണ്ടാകണം. അതുപോലുള്ള വിവേകമാണ് ഈ യാത്രയിൽ നിങ്ങൾ നേടാൻ പോകുന്നത്. ഇപ്പോൾ ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കൂ. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ആശയക്കുഴപ്പങ്ങളും മാറി നിങ്ങളുടെ ലക്ഷ്യം വ്യക്തമായി മുന്നിൽ കാണപ്പെടുന്നു എന്ന് കൽപ്പന ചെയ്യൂ. അങ്ങനെ വ്യക്തതയുള്ള നിങ്ങളുടെ പുതിയ രൂപത്തെ കാണാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ ഒരാഴത്തിലുള്ള ശ്വാസമെടുക്കൂ. ഇതൊരു സാധാരണ വീഡിയോ അല്ല, ഇതു നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പുതിയ തുടക്കമായേക്കാം. ചാണക്യന്റെ ജ്ഞാനത്തിന്റെ നിഴലിൽ നാം ഇപ്പോൾ ഒരു യാത്ര തുടങ്ങുകയാണ്. നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ നിയന്ത്രിക്കാൻ തയ്യാറാണോ?
നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം തിരികെ നേടാൻ തയ്യാറാണോ? എങ്കിൽ നമുക്ക് ആദ്യ ദിവസത്തിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്വയം പരിശോധനയും നിദാനതയുടെ ശക്തിയുമാണ്. ചാണക്യൻ ചന്ദ്രഗുപ്തനോട് പറഞ്ഞത് ഇതായിരുന്നു: വിജയം ഒരു അപകടം പോലെ സംഭവിക്കുന്ന ഒന്നല്ല, അത് വളരെ കൃത്യമായ ഒരു കണക്കാണ്. ആദ്യകാലത്ത് ചന്ദ്രഗുപ്തൻ വളരെ ആവേശമുള്ള യുവാവായിരുന്നു. പക്ഷെ അവനിൽ ഒരു വലിയ കുറവുണ്ടായിരുന്നു: അതിവേഗം. ഒരു ചെറിയ സൈന്യം കൂടി കിട്ടിയതോടെ അവൻ നേരെ ശക്തമായ രാജധാനിയെ ആക്രമിക്കാൻ പോയി. ഫലമെന്തായി? അവൻ തോറ്റു. അവൻ പരിക്കുകളോടെ കാട്ടിലേക്കോടി. ഒരു രാത്രി ഒരു ചെറിയ ഗ്രാമത്തിലെ കുടിലിന്റെ സമീപം അവരെത്തി. അവിടെ ഒരമ്മ തന്റെ കുട്ടിക്ക് ചൂടുള്ള കഞ്ഞി കൊടുക്കുകയായിരുന്നു. വിശപ്പിൽ ആ കുട്ടി കഞ്ഞിയുടെ നടുവിൽ കൈവച്ചു. ഉടനെ അവൻ വിളിച്ചു, "ചൂടാണ്." അപ്പോൾ ആ അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "കുഞ്ഞേ, ചൂടുള്ള കഞ്ഞി നേരെ നടുവിൽ നിന്ന് കഴിക്കരുത്. ആദ്യം വക്കിൽ നിന്ന് പതുക്കെ തുടങ്ങണം." ഈ ചെറിയ വാക്കുകൾ ചാണക്യനൊരു വലിയ പാഠമായി മാറി. ശക്തമായ ശത്രുവിനെ നേരിട്ട് ആക്രമിക്കരുത്. ആദ്യം അവരുടെ ബലഹീന ഭാഗങ്ങളിൽ നിന്ന് ആരംഭിക്കണം. പതുക്കെ അവരെ ദുർബലരാക്കി ശേഷം പ്രധാന കേന്ദ്രത്തെ ആക്രമിക്കണം. ഇപ്പോൾ ഈ പാഠം നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ ഉപയോഗിക്കാം? നമ്മൾ പലപ്പോഴും ജീവിതത്തിലെ എല്ലാം ഒരേ സമയം മാറ്റാൻ ശ്രമിക്കുന്നു. ഒരു മാസത്തിനുള്ളിൽ വലിയ വിജയം നേടണം. ഒരാഴ്ചയിൽ തന്നെ വലിയ മാറ്റം വേണം. അതാ കുട്ടി ചൂടുള്ള കഞ്ഞിയുടെ നടുവിൽ കൈവച്ചതുപോലെയാണ്. ഇന്നത്തെ നിങ്ങളുടെ പരിശീലനം വളരെ ലളിതമാണ്. ഒരു പേപ്പറും പേനയും എടുക്കൂ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ ഒരു പട്ടികയായി എഴുതൂ. അവയെ 2 വിഭാഗങ്ങളായി വിഭജിക്കൂ: നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ നിയന്ത്രണത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ. പിന്നീട് ആദ്യ വിഭാഗത്തിലുള്ള ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങൂ. ചെറിയ വിജയങ്ങൾ വലിയ വ്യക്തതയ്ക്ക് അടിത്തറയാകും. ചാണക്യൻ പറഞ്ഞതുപോലെ ഒരു കാര്യത്തിൽ ഇറങ്ങുന്നതിനു മുമ്പ് 3 ചോദ്യങ്ങൾ ചോദിക്കണം. എന്തുകൊണ്ട് ഞാൻ ഇത് ചെയ്യുന്നു? ഇതിന്റെ ഫലമെന്താകും? ഇതിൽ ഞാൻ വിജയിക്കുമോ? ഈ ചോദ്യങ്ങൾക്കുത്തരമുണ്ടെങ്കിൽ മാത്രം മുന്നോട്ടു പോകണം. നിദാനം ഒരു യോദ്ധാവിന്റെ കവചമാണ്. ആവേശത്തിലും ഭയത്തിലും എടുത്ത തീരുമാനങ്ങൾ പലപ്പോഴും തെറ്റായ വഴിയിലേക്ക് നയിക്കും. അതിനാൽ ഇന്നൊരു ദിവസമെങ്കിലും പെട്ടെന്ന് പ്രതികരിക്കാതെ ശാന്തമായി പ്രവർത്തിക്കാൻ ശ്രമിക്കൂ. ഇതാണ് നിങ്ങളുടെ മനസ്സിന്റെ ആദ്യ പരിശീലനം.